എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. +1 ഏകജാലകത്തിലെ അവസാന ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇപ്പോൾ സ്കൂളിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് സ്കൂൾ ട്രാൻസ്ഫറിനും അതുപോലെ തന്നെ കോമ്പിനേഷൻ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ജൂലൈ 21 4 മണിവരെ നമുക്ക് അപേക്ഷിക്കാം. അതായത് സ്കൂൾ ട്രാൻസ്ഫറിനുള്ള അല്ലെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള വേക്കൻസി HSCAPൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വേക്കൻസി പ്രകാരം കൊടുക്കാം. ഇനി ഏതെങ്കിലും സ്കൂളിൽ വേക്കൻസി ഇല്ലെങ്കിൽ പോലും നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ സ്കൂളിൽ ആരെങ്കിലും ട്രാൻസ്ഫറിന് കൊടുക്കുകയും അവർക്ക് ട്രാൻസ്ഫർ അനുവദിച്ച് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു വേക്കൻസി വരും. ആ വേക്കൻസിയിലേക്ക് ആരാണോ അപ്ലിക്കേഷൻ കൊടുത്തത് അവർക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യത ഉള്ളതാണ്. പിന്നെ വേറൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ സയൻസ് കിട്ടിയ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ സയൻസ് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫർ കൂടി കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇനി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച കുട്ടികൾക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഈ വർഷം ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥിക്കാണെങ്കിൽ പോലും ട്രാൻസ്ഫർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് HSCAPൽ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറിയതിന് ശേഷം സ്കൂൾ ബാർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെ എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ സ്കൂളിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് അവരുടെ രക്ഷിതാക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുകൂടാതെ തന്നെ അവർക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. പരമാവധി മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്